ആകും. മമ്മിക്ക് വിവാഹം അന്തസ്സിന്റെ ഭാഗമാണ്. പക്ഷേ ഡാഡി ചിന്തിക്കുന്നതേ ഏട്ടന്റെ നന്മ മാത്രമാണ്. അതിനൊരു കൂട്ടം വന്ന ഡാഡി സഹിക്കില്ല. നെഞ്ചിനുള്ളിൽ കൊഞ്ചാനെത്തും പഞ്ചാരക്കിളിയേ, ചെറുചുണ്ടിൽ മെല്ലെ ചുളം മുളിയ ചെമ്മാനക്കുയിലേ, ഒന്നു കാണാനുണ്ടേ മോഹം, ഒന്നു ചേരാനുണ്ടേ ദൂരം, മഞ്ചു മഞ്ചാടി പൂഞ്ചിലിൽ നിന്നെ മിണ്ടാട്ടം. എനിക്കത് അനുവദിക്കാൻ പറ്റില്ല പത്മ. എന്റെ മകനൊരു ലൈഫ് പാർട്ട്ണറെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മദ്യപാനത്തിനൊരു കൂട്ടല്ല. മിത്ര ഇത്തരത്തിലൊരു പെൺകുട്ടിയാണെന്ന് നമ്മുടെ മക്കൾ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ. എന്നിട്ട് എന്തുകൊണ്ടാ താൻ പ്രതികരിക്കാതിരുന്നത്? നേരിട്ട് കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ താൻ അവിടെ ചെന്ന് നോക്ക്. കുടിച്ചു കുഴഞ്ഞ് നൃത്തം ചെയ്യുന്ന അവളെ തനിക്ക് നേരിട്ട് കാണാം. അങ്ങനെ ഒരുത്തിയാണോ നമ്മുടെ കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ടത്? മമ്മിക്കിതൊന്നും കാര്യമല്ല ഡാഡി. വിശ്വനാഥൻ സാറിന്റെ പണവും പദവിയും മാത്രമാണ് മമ്മി നോക്കുന്നത്. സൂര്യയുടെ ലൈഫ് നേരെയാക്കി എടുക്കുന്നതിനെ കുറിച്ച് മമ്മിക്ക് ചിന്തയേയില്ല. അത് മാത്രമല്ല, അവൾ ഈ കാണിക്കുന്ന അഹങ്കാരം എന്താണെന്ന് അറിയോ മമ്മിക്ക്? നാളെ മുതല് നമ്മളുടെ രണ്ടുപേരുടെ സ്ഥാനം അവൾക്ക് താഴെയായിരിക്കുന്നു പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുക അവള്. പത്മ, താനെന്താ ഒന്നും പറയാത്തത്? ഇപ്പോ ഈ നിമിഷം ഇത് സ്റ്റോപ്പ് ചെയ്യാം. വിശ്വനാഥനെ വിളിച്ച് കാര്യം പറയാൻ തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം. എനിക്ക് എന്റെ മകന്റെ ലൈഫാണ് പ്രശ്നം. അതാർക്കും തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ അയാളെ വിളിക്കാൻ പോവാ. പറ്റേ, എന്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. എന്നിട്ട് നമുക്ക് ബാക്കി തീരുമാനിക്കാം. മുഴുവൻ സമയവും മദ്യപിക്കുന്ന നമ്മുടെ മകനെ ഒരു പെൺകുട്ടിയെ തേടുമ്പോ നമ്മൾ എന്താ മനസ്സ് ചിന്തിക്കുന്നത്? ആ പെൺകുട്ടിയുടെ വരവോടെ അവനെ മാറ്റിയെടുക്കാൻ പറ്റൂന്നല്ലേ?